ബോഡി വെയിറ്റ് കുറക്കാനായിട്ട് എന്തെങ്കിലും ബോഡി വെയിറ്റ് കുറയ്ക്കാനായിട്ട് ഫിറ്റ് ആയിട്ടിരിക്കാൻ എന്താണ് നീ ഫിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ പിന്നെ കോർ സ്ട്രെങ്ത് ബിൽഡ് ചെയ്യുക, അതുപോലത്തെ പരിപാടി കുറച്ചുകൂടി ഹെൽത്തി ഫിറ്റ് ആൻഡ് എന്താണ് സംഭവം അതന്നെ. വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങളെല്ലാം സെറ്റപ്പ് ചെയ്ത സമയത്ത് ദിജിൻ വന്നതാണ്. അപ്പൊ ദിജിന്റെ സംശയത്തിനുള്ള മറുപടി, ദിജിനുള്ള അതേ സംശയം ഒരുപാട് പേർക്കുണ്ടാവും. അപ്പൊ അതായത് ബേസിക്കലി നമ്മൾ ചെയ്യേണ്ട 1-2 കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡി ട്രാൻസ്ഫോം ചെയ്യണം. അതായത് നേരത്തെ ഉണ്ടായിരുന്ന വണ്ണം മാറ്റി നമ്മൾ സാധാരണ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന തൊട്ട് അവര് 6 പാക്ക് അങ്ങനെ എല്ലാം കൂടി ആയിട്ട് നിൽക്കണം. അപ്പം ആ ഒരു ലെവലിലേക്ക് എത്തണമെങ്കിൽ ഒന്നാമത്തെ കാര്യം ഏതൊരു ട്രാൻസ്ഫോർമേഷനും 3 കാര്യങ്ങൾ വേണം: ആക്ടിവിറ്റി, ഡയറ്റ്, റിക്കവറി. അത് നമ്മൾ ഒരു വണ്ടി കൊണ്ട് നടക്കുന്നതായിട്ട് നോക്കിയാൽ മതി. ഒരു വണ്ടി ഓടിക്കണം, ആ വണ്ടി മേടിച്ചു കഴിഞ്ഞാൽ ഓടിക്കാതെ അവിടെ ഇട്ട് കഴിഞ്ഞാൽ വണ്ടി നശിച്ചു പോകും. രണ്ടാമത്തെ കാര്യം, ആ വണ്ടി ഓടാനായിട്ടുള്ള ഫ്യൂവൽ വേണം, ഫ്യൂവൽ അടിക്കണം. പിന്നെ മൂന്നാമത്തത്, ആ വണ്ടി മെയിൻ്റനൻസ് ചെയ്യണം. അപ്പോഴേ പ്രശ്നമില്ല. ഇതേ 3 കാര്യങ്ങൾ നമ്മുടെ ബോഡിയുടെ കാര്യത്തിലും നമുക്ക് അപ്ലൈ ചെയ്യാം. അതായത് നമ്മൾ ആ വണ്ടി ഓടിക്കണമെന്ന് പറയുന്നത് നമ്മൾ ആ ബോഡി കൊണ്ട് വർക്കൗട്ട് ചെയ്യണം. ആ വർക്കൗട്ട് ഫാറ്റ് ലോസ് ബേസ് ചെയ്തുള്ള വർക്കൗട്ട് ആയിരിക്കണം എന്നുള്ളതാണ്. അതായത് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ സ്റ്റാമിന കൂട്ടാൻ വേണ്ടിയിട്ടായിട്ടുള്ള വർക്കൗട്ട് ചെയ്യാം, നമുക്ക് മസിലിൻ്റെ സൈസ് കൂട്ടാനുള്ള വർക്കൗട്ട് ചെയ്യാം, ഫാറ്റ് ലോസ് ചെയ്യാൻ. അപ്പം എല്ലാ ആൾക്കാർ സാധാരണ ജിമ്മിൽ പോകുന്ന മസിൽ ബിൽഡ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് എന്നാണ് തെറ്റിദ്ധാരണ. പകരം നമുക്കിങ്ങനെ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അപ്പോൾ ബേസിക്കലി നീ ചെയ്യുന്ന വർക്കൗട്ട് ഫാറ്റ് ലോസിൻ്റെ ആയിരിക്കണം, ഒന്നാമത്തെ കാര്യം. 2, ഈ വണ്ടി ഓടാനുള്ള ഫ്യൂവൽ, ഫുഡ്. ഡയറ്റ് കറക്റ്റ് ആയിരിക്കണം. അതായത് കാലറി ഡെഫിസിറ്റ്. കാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭക്ഷണത്തിൻ്റെ അകത്തുള്ള എനർജിയെ കാലറി എന്ന് വിളിക്കുന്നു. ഈ സാധനം തന്നെ നമുക്ക് ഒരു ദിവസം വർക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ബേസിക്കലി ഒരു ഇന്ന അളവ് കാലറി വേണം, ഇത്ര എനർജി വേണം. ബേസിക്ക് വേണ്ടി വരുന്നതാണ് BMR എന്ന് പറയുന്നത്. ആ ബേസിക്ക് അതിലാണ് നമ്മുടെ ഈ ഹാർട്ടിൻ്റെ ഫങ്ഷൻ, എല്ലാ കാര്യങ്ങളും അതിൻ്റെ അകത്ത് തന്നെ ഇതായിരിക്കും വരും. അത് നമുക്ക് ബേസിക്കലി ജീവിക്കാൻ അത്രയും വേണം. അതിൻ്റെ ഒരല്പം മുകളിൽ കഴിക്കുക, ഒരല്പം മുകളിൽ. ഇപ്പോൾ 1500 നിൻ്റെ BMR എങ്കിൽ അതിന് 1800 ലെവലിൽ മാത്രം കഴിക്കാവുള്ളൂ സാധാരണ. അപ്പം ഈ ഒരു ഇതാണ്. അപ്പം അത് കാലറി ഡെഫിസിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. മെയിൻ്റനൻസ് കാലറി എന്ന് പറയുന്നത് നിൻ്റെ ബോഡിക്ക് വേണ്ട ഈ പറഞ്ഞ BMR ഉണ്ടല്ലോ, അതും അതിൻ്റെ കൂട്ടത്തിൽ ബാക്കി നീ വർക്കൗട്ട് ചെയ്യുന്നുണ്ടെന്നിരിക്കട്ടെ, നീ ജോലി ചെയ്യുന്നുണ്ട്, അങ്ങനെ എല്ലാ കാര്യത്തിനായിട്ട് ഒരു എനർജി വേണ്ടി വരും. ആ എനർജിയാണ് നമ്മൾ ആ വേണ്ടി വരുന്ന കാലറിയുടെ അളവ്, അതിനെയാണ് മെയിൻ്റനൻസ് കാലറി എന്ന് പറയുന്നത്. മെയിൻ്റനൻസ് കാലറി നീ കഴിക്കുമ്പോൾ വണ്ണം കുറയില്ല, കൂടത്തുമില്ല. അതിനേക്കാൾ കൂടുതൽ കഴിച്ചാൽ കാലറി സർപ്ലസ്, അപ്പോൾ കൂടുതൽ, അപ്പം വണ്ണം വെക്കും. ആവശ്യത്തിൽ കുറവ് കഴിക്കുന്നതിനാണ് കാലറി ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. അപ്പം ചിലപ്പോൾ നിൻ്റെ മെയിൻ്റനൻസ് കാലറി BMR 1500 മെയിൻ്റനൻസ് കാലറി 2000 ആണെന്നിരിക്കട്ടെ. അപ്പോൾ നീ 1800 കഴിക്കുക, അതാണ് കാലറി ഡെഫിസിറ്റ്. അപ്പോൾ കഴിക്കുന്ന ഫുഡ് എപ്പോഴും ഡെഫിസിറ്റിലായിരിക്കണം. ഈ കഴിക്കുന്ന ഫുഡിൽ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ബേസിക്കലി 3 കാര്യങ്ങൾ വേണം: കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, പ്രോട്ടീൻ. പ്രോട്ടീനാണ് മസിലിൻ്റെ കാര്യത്തിന് വേണ്ടത്, കാർബോഹൈഡ്രേറ്റ് ആണ് എനർജിക്ക് വേണ്ടി ബേസിക്കലി വേണം. മസിൽ റിപ്പയർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് മെയിൻലി പ്രോട്ടീൻ. അതിനപ്പുറം നീ എന്ത് ജോലി ചെയ്യുന്ന കാര്യങ്ങളോ അത് നിൻ്റെ കാർബോഹൈഡ്രേറ്റിൽ നിന്നാണ്. ഈ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റിൽ തന്നെ 2 ഭാഗം. ഒന്ന്, അതിൽ സാധാരണ കാർബോഹൈഡ്രേറ്റിൽ തന്നെ നമുക്ക് ഫൈബർ എന്ന് പറയുന്ന സാധനമാണ് ഈ തവിടെന്നൊക്കെ പറയത്തില്ല, ആ സാധനം. അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വയറ് കുറേ നേരം നിറഞ്ഞിരിക്കുന്നതായിട്ട് തോന്നും. ഓൾറെഡി ഭക്ഷണം കുറച്ച് കഴിക്കണം, അപ്പോൾ ആ സമയത്ത് എന്തായാലും വിശക്കും. അപ്പോൾ ആ വിശപ്പ് പിടിച്ചു നിൽക്കാനുള്ള നമ്മുടെ ബോഡിക്ക് ഒരു തോന്നലുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ് ഈ ഫൈബർ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഫാറ്റിൻ്റെ കാൽക്കുലേഷനാണ് ഏറ്റവും പ്രശ്നമുള്ളത്. കാരണം നമ്മുടെ ഡയറ്റിൽ ഒരു 20% സംതിങ് ഫാറ്റ് പാടുള്ളൂ. അതായത് നീ ഇതേ കൂട്ട് ഡെഫിസിറ്റാണ് ചെയ്യുന്നത്. അതേസമയം ഈ കീറ്റോ ഡയറ്റ് ആണെങ്കിൽ ഫാറ്റ് കൂടുതലാണ്. അതിന് ഇപ്പം കുഴപ്പിക്കുന്നില്ല, അതവിടെ ഇരുന്നോട്ടെ. അപ്പോൾ ബേസിക്കലി സാധാരണ ഡയറ്റിൽ ഫാറ്റ് കുറച്ച് കഴിക്കണം. ഈ കുറച്ച് കഴിക്കുന്ന ഫാറ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു 20% ആയിരിക്കും. ആ 20% എന്ന് പറയുന്ന സാധനം, ആ 20 ഇപ്പം നിൻ്റെ 2000 ആണെന്ന് പറഞ്ഞ് അതിൻ്റെ 10% 200, 20% 400 കലോറി കൂടുതൽ നീ ഫാറ്റ് കഴിക്കരുത്. ആ ഫാറ്റ് കണക്ക് കൂട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ
നീ കഴിക്കുന്ന പ്രോട്ടീൻ്റെ അകത്തും ഫാറ്റ് ഉണ്ടാവും. ചിക്കൻ്റെ അകത്തും ഫാറ്റുണ്ട്, ബീഫിൻ്റെ അകത്തുണ്ട്, പോർക്കിൻ്റെ അകത്തുണ്ട്, എല്ലാത്തിൻ്റെ അകത്ത് ഫാറ്റുണ്ട്. മുട്ട കഴിച്ചാൽ മുട്ടയ്ക്കകത്ത് മഞ്ഞ, അതിലും ഉണ്ട് ഫാറ്റ്. ഈ ഫാറ്റും പിന്നെ കറിക്ക് ഉപയോഗിക്കുന്ന ഫാറ്റും എല്ലാം കൂടെ കണക്ക് കൂട്ടിയിട്ട് 400 മുകളിൽ പോകാൻ പാടില്ല. 400 കലോറി പാടില്ല. അപ്പം 400 കലോറി 400 കലോറി തരുന്ന ഫാറ്റ് മിക്കവാറും 40 ഗ്രാം ഫാറ്റായിരിക്കും. വെറും 40 ഗ്രാം. അപ്പം നീ ഒരു മുട്ട കഴിച്ചെന്നിരിക്കും, ആ മുട്ടയ്ക്കകത്ത് നിന്ന് 5 ഗ്രാം ഫാറ്റ് കിട്ടുന്നു, മുട്ടയുടെ മഞ്ഞ. 2 മുട്ട കഴിച്ചാൽ 10 ഗ്രാം അവിടെ പോയി. ഇനി 30 ഗ്രാം ഉണ്ട്. ആ 30 ഗ്രാമിൽ ചിക്കൻ കഴിച്ചെന്നിരിക്കട്ടെ, ചിക്കൻ്റെ അകത്ത് 100 ഗ്രാമിനോട് 15 ഗ്രാം ഫാറ്റ് ഉണ്ട്. ചിക്കൻ്റെ ഫാറ്റും പ്രോട്ടീൻ രണ്ടും കൂടെ ആയിട്ടാ. ആ 15 കൂടെ പോയി, 35 പോയാ. ഇനി 5 ഗ്രാം ഉണ്ട് നിനക്ക് എണ്ണ. ഓക്കെ, നീ ഇപ്പം എണ്ണ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ 5 ഗ്രാമിൽ ഉണ്ടാക്കിയ കറി, പപ്പടം, എന്ത് തന്നെ ആയിക്കോട്ടെ അത് കൊണ്ട് കഴിക്കാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് ബോഡി ബിൽഡേഴ്സ് ഈ മുട്ട പുഴുങ്ങിയതിൻ്റെ വെള്ളം മാത്രമായിട്ട് എടുത്ത് കഴിക്കുന്നത്. മനസ്സിലായോ? അതാണ് സംഭവം. അപ്പോൾ ആ ഒരു അപ്പം അതുകൊണ്ട് ആ ഡയറ്റ് ആദ്യം പക്കയായിരിക്കണം. നീ വർക്കൗട്ട് ചെയ്യുന്നതിൽ നിൻ്റെ ഈ ടോട്ടൽ കാലറിയിൽ 20% മാത്രമേ വർക്കൗട്ടിൽ നിന്ന് പോകത്തുള്ളൂ. 10% നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ബോഡി ഫങ്ഷൻസ്. ബാക്കി 70% നീ കൺട്രോൾ ചെയ്യണമെങ്കിൽ നീ ഡയറ്റ് കുറയ്ക്കണം. സെക്കൻഡ്, ബോഡി കൂടുതൽ ആക്റ്റീവായിരിക്കണം. അതായത് രാവിലെ മുതൽ ഇപ്പോൾ പിള്ളേരെങ്ങും അടങ്ങിയിരിക്കത്തില്ല. രാവിലെ ഉച്ചയ്ക്ക് അവർ എല്ലാം ഇടയ്ക്കിട്ട് അനങ്ങിക്കൊണ്ട് ഓടിക്കൊണ്ടിരിക്കും. വളർന്നു വരുന്ന കഴിയുമ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ വെച്ച് നമുക്ക് അധികം അനങ്ങാനുള്ളത്. ഇപ്പം നീ ഡ്രൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 1-2 മണിക്കൂറത്തേക്ക് ചിലപ്പോൾ ഇങ്ങനെ ഇരിക്കാതെ ഡ്രൈവ് ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും, വേറെ വഴിയില്ല. അപ്പോൾ അതുകൊണ്ട് അന്നേരം എന്താ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഓരോ മണിക്കൂർ ഇടയ്ക്കിടയ്ക്കൊന്ന് ബ്രേക്ക് എടുക്കുക. എന്നിട്ട് എവിടെയെങ്കിലും എന്തെങ്കിലും ചെറിയൊരു എക്സസൈസ്, ലൈക്ക് അറ്റ്ലീസ്റ്റ് ജമ്പിങ് ജാക്സ് എങ്കിൽ ജമ്പിങ് ജാക്സ്, പുഷപ്പ് എങ്കിൽ പുഷപ്പ്, ഏതെങ്കിലും കക്കൂസ് കയറിയിട്ടാണെങ്കിൽ 2 സ്കോട്ടെങ്കിലും അടിച്ചിട്ട് വാ. ആരും കാണത്തില്ലല്ലോ. അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ബോഡിയെ ആക്റ്റീവായിട്ട് വെക്കണം. അങ്ങനെ വെക്കുമ്പോഴാണ് മെറ്റബോളിസം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്. അല്ലാണ്ട് ചുമ്മാ ഇരിക്കുമ്പോൾ കുറേ കാലറി കളയുമല്ലോ, അത് കൂടും. അങ്ങനെ ഇത് എല്ലാം കൂടി ആയിട്ട് ചെയ്യുമ്പോഴാണ് ബേസിക്കൽ റിസൾട്ട്. പിന്നെ മൂന്നാമത്തെ കാര്യം, കാറിൻ്റെ മെയിൻ്റനൻസ് ആണ് ഉറക്കം, റെസ്റ്റ്. നമ്മുടെ ബോഡി എത്രത്തോളം വർക്ക് ചെയ്യുന്നോ ആ മസിൽസ് വർക്ക് ചെയ്യുമ്പോൾ അവിടെ അത് വണ്ടി കേടാവുന്നുണ്ട്. വണ്ടി ഓടിക്കുമ്പോഴാണല്ലോ വണ്ടി കേടാവുന്നത്. അത് ശരിയാക്കുന്നത് ഈ ഉറക്കത്തിലാണ്. അപ്പോൾ ഉറക്കം മിസ്സായാലും പോയി. മര്യാദയ്ക്ക് നീ ചെയ്ത വർക്കിന് അത്രയുള്ള മെയിൻ്റനൻസ് അവിടെ നടക്കുന്നില്ല. ഒന്ന്, മെയിൻ്റനൻസ് നടക്കാത്ത വണ്ടി പിന്നെയും ഇട്ട് ഒരച്ചോടിക്കുമ്പോൾ ആ ഉള്ള സാധനം പിന്നെയും കേടാവും, പിന്നെ അരവില ഇല്ലാത്ത ശബ്ദം. അപ്പം ബേസിക്കലി നിൻ്റെ ശരീരത്തിൽ സ്ട്രെസ് കൂടും. സ്ട്രെസ്സിൻ്റെ ഹോർമോണാണ് കോർട്ടിസോൾ അടിച്ച് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മനുഷ്യൻ്റെ ശരീരത്തിൽ ഫാറ്റ് കൂടും. ഫാറ്റ് കൂടിയാലും സഹിക്കാൻ എങ്ങനെയും കുറയ്ക്കാൻ. 2, ആണുങ്ങൾക്ക് ടെസ്റ്റോസ്റ്ററോൺ താഴ്ക്കും. അപ്പൊ ടെസ്റ്റോസ്റ്റിറോണും കൂടെ താഴെ പോകുമ്പോ ബേസിക്കലി എല്ലാം. അപ്പം ടെസ്റ്റോസ്റ്റിറോൺ താഴെ പോയാലും ഫാറ്റ് കൂടും. മനസ്സിലായി? മസിൽ അധികം ബിൽഡ് ആവില്ല. അപ്പൊ ഹോർമോൺ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ മുഞ്ചി. അപ്പം അതുകൊണ്ടാണ് ഉറക്കം ഇത്ര നിർബന്ധമായിട്ട് പറയുന്നത്. അപ്പം ഈ സാധാരണ ഈ ബോഡി മാറ്റം കാണിക്കത്തില്ലേ, ട്രാൻസ്ഫോർമേഷൻ, അവരെല്ലാവരും ഇതെല്ലാം ചെയ്തിട്ടാണ് അവർക്ക് കിട്ടുന്നത്. അപ്പം അതേ കൂട്ടൊരു ജീവിത സാഹചര്യം നിനക്ക് കൊണ്ടുവന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം. ഇല്ലെങ്കിൽ അതിന് നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് നോക്കാം. നിനക്ക് നല്ല ഉറക്കം കിട്ടാൻ എന്താ വഴി? ഇപ്പം നിനക്ക് രാവിലെ ഉറങ്ങാൻ പറ്റുള്ളെങ്കിൽ രാവിലെ കിടന്ന് ഉറങ്ങിയേ പറ്റുള്ളൂ. അപ്പം അന്നേരം വീടൊക്കെ മൊത്തം അടച്ച് പൂട്ടിയിട്ട് സ്ലീപ്പിംഗ് മാസ്കും വെച്ച് ഉറങ്ങേണ്ടി വന്നാൽ ഉറങ്ങിയേ പറ്റുള്ളൂ, അല്ലാതെ നടക്കില്ല. തീർച്ചയായിട്ടും ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞു തരുവാണെങ്കിൽ, നിനക്ക് ഭക്ഷണം ഇല്ലാതെ 1 മാസം വരെ പോകാൻ പറ്റും. വെള്ളമില്ലാതെ ചിലപ്പോൾ 3-4 ദിവസം പോകാൻ പറ്റും. ഉറക്കമില്ലാതെ ഒരാഴ്ചയെ കൂട്ട് പോകാൻ പറ്റില്ല. ഭക്ഷണം ഇല്ലാതെ 1 മാസം പോവാം, ഉറക്കമില്ലാതെ ഒരാഴ്ച കിടക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ വെള്ളം കഴിഞ്ഞാൽ ഏറ്റവും ബേസിക് സാധനം വേണ്ടത് ഉറക്കമാണ്. ഇതെല്ലാം വേണ്ടി വരും. അപ്പം ഇതേ കൂട്ടർ ഈ സംശയമുള്ള ഒരുപാട് പേരുണ്ടായിരിക്കാം.
ഇതാണ് ഇതിന്റെ സത്യാവസ്ഥ. നിങ്ങൾ അങ്ങനെ വിചാരിക്കണ പോലെ എളുപ്പം നടക്കണ സിനിമയിലൊക്കെ നിങ്ങൾക്ക് കാണും, അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനൊക്കെ ആളുകളുണ്ട്. പക്ഷെ നമ്മളെപ്പോലെ ഇല്ല. സാധാരണക്കാർക്ക് അങ്ങനെ ഉണ്ടാകണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് എന്റെ മെയിൻ പോയിന്റ്. മനസ്സിലായല്ലേ? മനസ്സിലായല്ലോ സഹോദര. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവര് ബൈ. ബൈ.